2006 മുംബൈ സ്ഫോടന പരമ്പര കേസിലെ വിധിക്ക് സ്റ്റേ 12 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും. ഷപ്ന, ഈ കേസിൽ മഹാരാഷ്ട്ര നൽകിയ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ച് ഈ സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള വിധിയെ, കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധിയെ സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമാണോ ഉള്ളത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഈ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. ബോംബെ ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ ജയിലിലേക്ക് പോകേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേ മാത്രമാണ്. ഇതിൽ വിശദമായ വാദം പിന്നീട് നടക്കും. 2006 ഈ സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത്. അതിൽ 12 പ്രതികളെയായിരുന്നു ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. മുംബൈയിലെ പ്രത്യേക കോടതി, അതായത് മക്കോക്ക കോടതി, ഈ 12 പ്രതികൾക്കുള്ളിൽ 7 പേർക്ക് ജീവപര്യന്തവും 5 പേർക്ക് വധശിക്ഷയും വിധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവർ അപ്പീൽ സമർപ്പിച്ചത്. ഈ അപ്പീലിലാണ് ബോംബെ ഹൈക്കോടതി ഇവരെ വെറുതെ വിട്ടത്. ഇതിനെതിരെ മഹാരാഷ്ട്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇപ്പോൾ ഈ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് മക്കോക്ക കേസുകളിൽ ഈ വിധി ബാധിക്കരുത് എന്ന് ജസ്റ്റിസുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. പിന്നീട് ഈ കേസിൽ വിശദമായ വാദം നടത്തും. അതോടൊപ്പം തന്നെ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. പ്രതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചു എന്നതായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ താൽക്കാലികമായി ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഷബ്ന, താൽക്കാലികമായി ഇത് സ്റ്റേ ചെയ്യുമ്പോൾ വധശിക്ഷ അടക്കമുള്ള കുറ്റങ്ങൾ അതല്ലേ അവിടെ നിലനിൽക്കപ്പെടുന്നത്? അപ്പോൾ പ്രതികളോട് എന്ത് സമീപനമായിരിക്കും തുടർന്ന് സ്വീകരിക്കപ്പെടുക? എന്താണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഏതായാലും താൽക്കാലികമായി ഇപ്പോൾ ഈ ശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളെ വീണ്ടും ജയിലിലേക്ക് അയക്കേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഈ കേസിൽ തീരുമാനമാകുന്നതുവരെ, അതായത് അന്തിമ തീരുമാനം, ഈ ഹർജിയിൽ അന്തിമ തീരുമാനമായതിനു ശേഷം കോടതി തീരുമാനിക്കും. ഏതായാലും ഇപ്പോൾ ഇവരെ കുറ്റവിമുക്തരാക്കിയ സാഹചര്യത്തിൽ ഈ പ്രതികൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യമുണ്ട്. അവർ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റേ അനുവദിച്ചെങ്കിലും ജയിലിലേക്ക് തിരികെ അയക്കണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, NK സിംഗ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്. 2006 മുംബൈ സ്ഫോടന പരമ്പര കേസിൽ 12 പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ബോംബെ ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര സർക്കാർ നൽകിയ അപ്പീലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പ്രതികളെ ജയിലിൽ അയക്കേണ്ട സാഹചര്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും താൽക്കാലികമായിട്ടാണ് ഈ നടപടി എന്നാണ് മനസ്സിലാകുന്നത്. വിശദമായ വാദം പിന്നീട് കേൾക്കും എന്ന് ഷബ്ന റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.